ഇതിപ്പോൾ വേറെ ഒന്നുമല്ല, തെരഞ്ഞെടുപ്പ് എടുക്കുകയല്ലേ, ന്യൂനപക്ഷങ്ങളുടെയൊക്കെ വോട്ടുകളൊന്നും പോവരുത്, അതും കൂടെ പിടിച്ചെടുക്കാനുള്ള ഇതാണ്. ആദ്യത്തെ തവണ കിറ്റ് കൊടുത്ത് പറ്റിച്ചതുപോലെയും രണ്ടാമത് അതെ എന്തായാലും ഈ മലയാളികൾ മൂന്നാം തവണയും ഇടതുപക്ഷ സർക്കാരിനെ ചതിയിൽ വീഴില്ലെന്ന് ഇടതുപക്ഷ സർക്കാരിന് ഇപ്പം ബോധ്യം. അവരൊരു കോൺക്ലേവ് പോലെയാണ് ഉദ്ദേശിച്ചത്. അതെ, കോൺക്ലേവ് നടത്തിക്കൊണ്ടേ. പക്ഷെ അതെന്തിനാണ് അയ്യപ്പ സംഗമം എന്ന രീതിയിൽ നടന്നത്? വേറെ എന്തെല്ലാം ഉണ്ടായിരുന്നു. CPM-കാർ അയ്യപ്പ സംഗമം എന്നൊന്നും നടത്തണ്ട, അവർക്ക് വേറെ എന്തെല്ലാം സംഗമങ്ങളുണ്ട്, അത് നടത്താം. ഇത് വോട്ട് ബാങ്ക്. സ്വാമിയേ ശരണം അയ്യപ്പ. എന്തുവാ ചേച്ചി പെട്ടെന്ന് ഒരു ശരണം വിളിയൊക്കെ? അല്ല, നമ്മളും കൂടെ ശരണം വിളിച്ചിരിക്കുന്നു, ഇത്രയും കാലം ഇല്ലാതിരുന്നു. അപ്പം നമ്മൾ അയ്യപ്പനെ, അതായത് അയ്യപ്പന് സ്വയരക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമ്മളും കൂടെ പ്രാർത്ഥിച്ചേക്കാന്ന് വെച്ച്. കാരണം ഇടയ്ക്ക് നമ്മുടെ അറിയാമല്ലോ അല്ലേ, ഹിന്ദു അമ്മിണിയൊക്കെ ശബരിമലയിൽ അവിടെയും അയ്യപ്പന് സ്വയം കൊടുക്കില്ല എന്ന് പറഞ്ഞ് കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതാണ്. അതൊക്കെ കെട്ടടങ്ങി. ഇപ്പം നമ്മൾ പുതിയ ഒരു വാർത്ത കേട്ടായിരുന്നില്ലേ? തീർച്ചയായിട്ടും കേട്ടു. ഇപ്പം ബിന്ദു അമ്മിണി മാറിയിട്ട് നമ്മളെ CPM ആണ് അയ്യപ്പൻ ഒരു രക്ഷ കൊടുക്കാതിരിക്കുന്നത്. വേറൊന്നുമല്ല, അയ്യപ്പ സംഗമം എന്നൊരു പേരിൽ ഒരു കോൺക്ലേവ് സംഘടിപ്പിച്ചിരിക്കുകയാണ് നമ്മുടെ CPM. അത് അയ്യപ്പനെ സംരക്ഷിക്കാനാണ്, സംരക്ഷിക്കാൻ വേണ്ടി. വാർത്ത കേട്ടത് അങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ ചേച്ചി. അല്ല, അങ്ങനെയാണ്. അതായത് അയ്യപ്പനെ സംരക്ഷിക്കുക, അവിടെ വികസനങ്ങൾ കൊണ്ടുവരിക, അങ്ങനെയൊക്കെ ഉള്ള ഒരു പദ്ധതിയുമായിട്ടാണ് നമ്മുടെ സർക്കാർ ഇറങ്ങിയിരിക്കുന്നത്. വേണ്ടായിരുന്നു, പാവം അത്രയും ദൂരെ കിടക്കുന്നു, അതിനെന്തിനാണ് കാട്ടിൽ ഇല്ലേ, അദ്ദേഹത്തിനെങ്കിലും വെറുതെ വിടായിരുന്നു. പക്ഷേ പറ്റൂല. എനിക്കിത് തോന്നുന്ന ഈ വാർത്തകളൊക്കെ കേട്ടപ്പം ഇനിയിപ്പോ എന്തായാലും അടുത്തൊരു നിയമസഭാ ഇലക്ഷൻ വരാൻ പോവാണല്ലോ, അത് ലക്ഷ്യമിട്ട് ജനങ്ങളുടെ 2019 നടന്ന ഒരു വിഷയം അറിയാലോ അല്ലേ? 19 നമ്മുടെ ശബരിമലയിൽ സ്ത്രീകൾക്ക് കയറാമെന്നുള്ള ഒരു കോടതി ഉത്തരവ്, കോടതി ഉത്തരവ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സർക്കാരിന് ഉടനെ ഒരു ആശയം വന്നു, സ്ത്രീകൾക്ക് ശബരിമലയിൽ കയറാം, ഞങ്ങളുടെ സഹായത്തോടു കൂടി ഞങ്ങൾ സഹായിക്കാം, സംരക്ഷണം കൊടുക്കാം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രശ്നങ്ങളൊക്കെ നടന്നു, ഒരുപാട് വിവാദം ഉണ്ടാക്കി. ഒരുപാട്, കാരണം വിശ്വാസികളുടെ വിശ്വാസങ്ങളെ തകർത്തെറിഞ്ഞുകൊണ്ടുള്ള ഒരു നീക്കമായിരുന്നു അത് അന്ന് നടന്നത്. പക്ഷേ അന്ന് പ്രതിപക്ഷവും BJP അവരൊന്നും ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ നിന്നില്ല, അവരെല്ലാം പിന്മാറുന്നു. പക്ഷേ ഇതിനെ ശക്തമായിട്ട് എതിർത്തത് അന്ന് NSS ആയിരുന്നു. പത്തനംതിട്ടയും അടൂരും ഒക്കെ NSS ഈ നാമജപം അങ്ങനെയൊക്കെയുള്ള കുറേ പരിപാടികളൊക്കെ സംഘടിപ്പിച്ച് ശക്തമായിട്ട് എതിർത്തു നമ്മുടെ കേരളക്കര കണ്ടത്. ഇപ്പോഴിതാ വീണ്ടും ഒരു ഇടത് സർക്കാർ രണ്ടാം തവണയാണ് നമ്മളെ കേരളത്തിൽ ഭരണം കൈയാളുന്നത്. മൂന്നാം തവണ ലക്ഷ്യമിട്ട് അവർ ലാസ്റ്റ് ഒരു 18 അടവും പയറ്റുക എന്നൊക്കെ പറയുന്നത്. കാരണം അപ്പോഴും ആ ഒരു സമയത്തും ഇപ്പം കുറച്ച് ഒരു കാലയളവ് കൊണ്ട് നമ്മുടെ അതായത് മുന്നോക്ക വിഭാഗത്തിൻ്റെ, അതായത് NSS-ൻ്റെതും ഈഴവ സമുദായത്തിൻ്റെയൊക്കെ വോട്ടുകൾ കുറച്ച് കമ്മിയായോ എന്ന്, കാരണം അവരെല്ലാം പിന്മാറി. കാരണം നമുക്ക് എന്താണെന്ന് അറിയാം, നമുക്കറിയാന്നുള്ള സന്ദർഭങ്ങളിലായിട്ട് നമ്മുടെ രാധാകൃഷ്ണ മന്ത്രിയായിരുന്ന സമയത്തും അദ്ദേഹത്തിന്റെ ഒരുപാട് പ്രസ്താവനകൾ, മാലയിട്ട് വരുന്ന എല്ലാ അയ്യപ്പന്മാരും അയ്യപ്പന്മാരല്ല എന്നൊരു വിവാദ പ്രസ്താവനയായിരുന്നു അന്ന് രാധാകൃഷ്ണൻ ഇറക്കിയത്. അപ്പോഴെല്ലാം ഒരുപാട് വിശ്വാസികൾ എങ്ങനെയാണ് പ്രതികരിച്ചതെന്നെല്ലാം നമ്മുടെ ഇടതുപക്ഷം കണ്ടതാണ്. അതുകൊണ്ട് അവർക്ക് തീർച്ചയായിട്ടും ഒരു ആശങ്ക ഉണ്ടായിരിക്കും, നമ്മുടെ കേരളത്തില് ഒരു വിഭാഗം വോട്ട് കിട്ടുക എന്ന് പറഞ്ഞാൽ അത് ഈ വിശ്വാസികൾ. ഇതിപ്പോ വേറെ ഒന്നുമല്ല, തെരഞ്ഞെടുപ്പ് എടുക്കുകയല്ലേ, ന്യൂനപക്ഷങ്ങളുടെയൊക്കെ വോട്ടുകളൊന്നും പോവരുത്, അതും കൂടെ പിടിച്ചെടുക്കാനുള്ള ഇതാണ്. മൂന്നാം ഭരണം അല്ലെങ്കിൽ മൂന്നാം തവണയും അവർ തന്നെ വരും എന്നുള്ളൊരു ഉറച്ച. ആദ്യത്തെ തവണ കിറ്റ് കൊടുത്ത് പറ്റിച്ചതുപോലെയും രണ്ടാമത് പറ്റിച്ചതുപോലെയും എന്തായാലും ഇനി മലയാളികൾ മൂന്നാം തവണയും ഇടതുപക്ഷ സർക്കാരിനെ ചതിയിൽ വീഴില്ലെന്ന് ഇടതുപക്ഷ സർക്കാരിന് ഇപ്പം ബോധ്യം മനസ്സിലായി. അതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ ഒരു സംഗമം, കിട്ടുന്ന വോട്ടെങ്കിലും കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഒരു സംഗമം ഇപ്പോഴിതാ വീണ്ടും ശബരിമലയിൽ. അല്ല, അവർ എടുത്ത് പറയുന്നത്, CPM എടുത്ത് പറയുന്നത്, അവർ പറയുന്നത് ഇതൊരു രാഷ്ട്രീയവൽക്കരിക്കാനോ അല്ലെങ്കിൽ മതവൽക്കരിക്കാനോ പാടില്ലെന്ന്. ഇത് രാഷ്ട്രീയമല്ല, മതവുമല്ല, ഒന്നുമല്ല, ഇത് സാധാരണക്കാരുടെ വിശ്വാസികളുടെ ഒരു വിശ്വാസമാണ്. അതായത് വർഷങ്ങളായി അല്ലേ പറയുന്നുണ്ട്. ഇപ്പൊ CPM ഇടതുപക്ഷത്തിലെ ഒരു നേതാവ് തന്നെ പറയുന്നത് കേട്ടു, അവരൊരു കോൺക്ലേവ് പോലെയാണ് ഉദ്ദേശിക്കുന്നത്. കോൺക്ലേവ് നടത്തിക്കോട്ടെ, പക്ഷെ അതെന്തിനാണ് അയ്യപ്പ സംഗമം എന്ന പേരിൽ നടത്തുന്നത്? ഞാൻ ചോദിക്കുന്നത്. കാരണം അയ്യപ്പ സംഗമം എന്ന് പറയുമ്പോൾ അതൊരു നമുക്ക് പേര് കേൾക്കുമ്പോൾ എന്താ തോന്നുന്നത്, വിശ്വാസികളുടെ കൂട്ടായ്മയോ അങ്ങനെ എന്തോ. പക്ഷെ ഇതില് അതിശയം അതില്ല, ഈ NSS അന്ന് എതിർത്ത NSS ഇവർക്ക് ഇപ്പൊ സപ്പോർട്ടാണ്. അതെന്തിനാണ് അല്ലെങ്കിൽ എന്തിനു വേണ്ടി എന്നുള്ളത് മനസ്സിലാവുന്നില്ല. അന്ന് ശക്തമായിട്ട് CPM-കാരുടെ ഈ പ്രവൃത്തിയെ എതിർക്കുകയാണ് ചെയ്തത്. നാമജപത്തിലൂടെ മറ്റുള്ള പ്രശ്നങ്ങളിലൂടെയൊക്കെ മറ്റ് പ്രതിപക്ഷമോ BJP ഒന്നും നിൽക്കാതെ ഇവരാണ്
മുന്നിൽ നിന്ന് ഇതിനെ എതിർത്തത്. അവരിപ്പോൾ ഇവരെ കൂടെ കൂടിയിട്ട് പറയുന്നത് അതാണ്. എന്താണ് അവർ പറയുന്നത്? ഇവരിറങ്ങിയിരിക്കുന്നത് ഇതിൻ്റെ ഒരുപാട് നമുക്ക് അവിടെ പുരോഗമനങ്ങളൊക്കെ വരാനുണ്ട്, അയ്യപ്പന്മാരുടെ സങ്കടങ്ങളും പ്രയാസങ്ങളും പ്രശ്നങ്ങളും കേൾക്കുക എന്നുള്ള ഉദ്ദേശമാണെന്ന്. ഇത്രയും വർഷം ഇല്ലാത്തതാണോ? ഞാൻ ചോദിക്കട്ടെ, ഇത്രയും വർഷം അയ്യപ്പന്മാർ മല ചവിട്ടിയായിരുന്നു. പിന്നെ അവിടെ ആകെയുള്ള പ്രശ്നം അരവണയ്ക്കും എന്താ ഉണ്ണിയപ്പത്തിനും. അത് അവിടെ ദേവസ്വം ബോർഡിലെ ഇതാണ്. അത് അവർ എത്രയോ കാലം കൊണ്ട് അത് നിർമ്മിക്കുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്. ഇതുവരെ ഷോർട്ടേജ് ഒന്നും അങ്ങനെ വലിയ കാര്യത്തിൽ വന്നിട്ടില്ല. അത്തരം കാര്യങ്ങൾക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ചെയ്യാം അല്ലേ? അല്ലാതെ പിന്നെ അല്ല, ഈ പോകുന്ന വഴിക്കുള്ള ഈ നടപ്പാതകളും വഴി റോഡുകളും മറ്റുള്ള കാര്യങ്ങൾ അതിനൊക്കെ ചെയ്തു. അതിനിങ്ങനെ ഒരു സംഗമം ഉണ്ടാക്കിയിട്ട് തന്നെ പേരിൽ തന്നെ വേണമെന്ന്. കാരണം അതിലിപ്പോ വേറെ ആരെങ്കിലും നടത്തുന്നല്ലേ, ഇപ്പൊ എന്തെങ്കിലും വിശ്വാസ സമൂഹങ്ങളോ ക്ഷേത്രങ്ങളായിട്ട് നടത്തുന്നത് പോലെയല്ല ഒരു സർക്കാർ നടത്തുമ്പോൾ ഇവര് ശരിക്കും പറഞ്ഞ അമ്പലങ്ങളിൽ പോകുന്നില്ല, വിശ്വാസങ്ങളില്ല. ഇതിപ്പോ അതുകൊണ്ട് ഇവരെ നിരീശ്വരവാദികളാണ്. ഇപ്പോൾ ആരെങ്കിലും ക്ഷേത്രത്തിൽ ഏതെങ്കിലും ഒരു നേതാക്കന്മാർ പോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണത്. വലിയ കോളുകളൊക്കെ അതെ, തീർച്ചയായിട്ടും. കോടിയേരിയൊക്കെ ഒരിക്കൽ ഒരു പൂജ എന്തൊക്കെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരു ഭയങ്കര അവര് ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല, നിരീശ്വരവാദികളാണ്. അങ്ങനെയാണ് പലപ്പോഴും പല നേതാക്കന്മാരും സംസാരിച്ചിട്ടുള്ളത്. പിന്നെ എങ്ങനെയാണ് ഈ പെട്ടെന്നൊരു അയ്യപ്പ സ്നേഹം വന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. തീർച്ചയായിട്ടും അതില് ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാകും. സാധാരണക്കാർ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അവർ പറയുന്നത് ഇതിന് CPM-കാർ അയ്യപ്പ സംഗമം എന്ന് പറഞ്ഞ് നടത്തണ്ട, അവർക്ക് വേറെ എന്തെല്ലാം സംഗമങ്ങളുണ്ട്, അത് നടത്താം. ഇത് വോട്ട് ബാങ്ക്, വോട്ട് ലക്ഷ്യമാക്കി തന്നെയാണ്. അതെ, ഇങ്ങനെ ഒരു വേറെ ഞാൻ ചോദിക്കട്ടെ, വേറെ എത്രയോ സ്ഥലങ്ങളിൽ എന്തെല്ലാം ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും സാധാരണക്കാർ അനുഭവിക്കുന്നുണ്ട്. ഇത് വർഷത്തിൽ എത്ര, ഒരു 3 മാസം 4 മാസം എന്തല്ലേ ഉള്ളൂ? ഡിസംബർ ജനുവരി അല്ലേ, അങ്ങനെ എന്തോ ഉള്ള ഒരു പ്രശ്നമേ ഉള്ളൂ. 2 മാസം അല്ലെങ്കിൽ 3 മാസത്തെ പ്രശ്നമേ ഈ ശബരിമലയുമായിട്ട് വരുന്നുള്ളൂ. ഇതിനേക്കാളും ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന സാധാരണക്കാരുണ്ട്. എന്തേ ആ വിഷയങ്ങൾക്കൊരു ഇത് നമുക്ക് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാം, അതിനൊരു പ്രശ്നപരിഹാരം കണ്ടെത്താം എന്ന് പറഞ്ഞൊരു കൂട്ടായ്മ നടത്തിയ അല്ലേ, അതിനെന്തെങ്കിലും ചെയ്യാമായിരുന്നു. ഇതൊന്നും ഇല്ലാണ്ട് ശബരിമലയിൽ അയ്യപ്പ സംഗമം എന്നൊക്കെ ഇതൊക്കെ കേൾക്കുമ്പോൾ സാധാരണക്കാർ മണ്ടന്മാരൊന്നും അല്ല. അവരും ചിന്തിക്കും, ചേട്ടാ ഇത്രയും വർഷം ഇല്ലാതെ ഒരു അയ്യപ്പ സ്നേഹം എങ്ങനെ വന്നു എന്നുള്ളത്. ഞാൻ ചോദിച്ചോട്ടെ, ഇവരെയും പറയുന്നത് അതാണ്, ദേവസ്വം ബോർഡിലെ ബാക്കിയുള്ള അമ്പലങ്ങളിലെ എല്ലാ വരവും ഇവിടെ നിന്ന് കൊടുക്കുന്നതാണ്. അതായത് അവർക്ക് നിത്യച്ചെലവിന് പോലും ചില അമ്പലങ്ങളിൽ കിട്ടാറില്ല ഒന്നും. അത്തരം അമ്പലങ്ങളിലെ ചെലവുകളും കാര്യങ്ങളും ഒക്കെ നോക്കുന്നത് ശബരിമലയിലെ വരുമാനം കൊണ്ട് തന്നെയാണ്. ഒരു വർഷം ഏകദേശം 35 കോടി അങ്ങനെ എന്തോ വരുമാനം ഉണ്ടെന്നൊക്കെയാണ് കണക്ക് പറയുന്നത്. അതെ, അപ്പോൾ അതെല്ലാം എടുത്താണ് മറ്റ് അമ്പലങ്ങളിലേക്ക് നമ്മൾ ചെലവ് കൊടുക്കുന്നതും ബാക്കി കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ശമ്പളത്തിൻ്റെ വകയിലൊക്കെ മാറ്റിയെടുക്കുന്നതെല്ലാം ഇവിടുത്തെ വരുമാനമാണ്. സർക്കാരിൻ്റെ ഒരു വരുമാന സ്രോതസ്സാണ് നമ്മുടെ ശബരിമല. അപ്പോൾ അതുകൊണ്ട് അതിനെ വീണ്ടും ഒരു സംഗമങ്ങളൊക്കെ വെച്ച് വെറുതെ എന്തിനാണ് നമ്മൾ പണ്ട് പറയില്ല, ഇരിക്കുന്നതിനെ കളയേണ്ട കാര്യമുണ്ട്. നമ്മളെ കയ്യിൽ കിട്ടുന്ന ഏറ്റവും വലിയൊരു ഇല്ലേ, വിശ്വാസത്തിൻ്റെ പേരിലാണെങ്കിലും എന്താണെങ്കിലും നമ്മുടെ നാട് നടന്നു പോകുന്നത് അവിടുത്തെ ഒരു വരുമാനം കൊണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി എൻ്റെ അറിവില്ലായ്മ കൊണ്ടാണോ പറയുന്നതെന്ന് എനിക്കറിയില്ല. പണ്ടും പറഞ്ഞു കേട്ടിട്ടുണ്ട്, അയ്യപ്പ അവിടെ ശബരിമലയുള്ള വരുമാനമാണ് ഇവിടെ ശമ്പളങ്ങളും അല്ലെങ്കിൽ അമ്പലങ്ങളിലൊക്കെ ഉള്ള ഇത് കൊടുക്കുന്നതെന്നുള്ളത്. ഇനി അതിനെയും കൂടെ നിർത്തി കൂട്ടിക്കെട്ടിക്കാനുള്ള പരിപാടിയാണോ, അല്ല അവിടെ എന്ത് വികസനമാണ് ഉദ്ദേശിക്കുന്നതെന്നും മനസ്സിലാവുന്നില്ല. അതൊന്നും അവർ വ്യക്തമായിട്ട് പറയുന്നില്ല. നമുക്കറിയാലോ ഇടതുപക്ഷ സർക്കാർ എന്തെങ്കിലും ഒരു പദ്ധതി കൊണ്ടുവരും, കൊട്ടിയെ ആഘോഷിച്ചു കൊണ്ടുവരും. അതെ, നവകേരള സദസ്സ് നടന്നപ്പോഴും ഞങ്ങൾ അങ്ങനെ ചെയ്യാൻ പോവാണ്, ഇങ്ങനെ ചെയ്യാൻ പോവാണ്, നേരിട്ട് പരാതി അല്ല ഇപ്പം പുതിയതൊന്നും ഇന്ന് പറയുന്ന കേട്ടല്ലോ, പരാതി കൊടുക്കും. ഇപ്പം ജനങ്ങൾ എന്നോടൊപ്പം എന്നൊക്കെ പറഞ്ഞിട്ട് മുഖ്യമന്ത്രിയുടെ ഡയറക്റ്റ് ആയിട്ട് പരാതിക്ക് കേൾക്കാനും ജനങ്ങളുടെ പരാതികൾ അറിയാനും ഒരു പ്രത്യേക ഒരു സോണൽ പ്ലാൻ തയ്യാറാക്കിയിട്ട് ഒരു പ്രത്യേക സംവിധാനം കൊണ്ടുവരാൻ പുതിയ ബസ്സും ഫെസിലിറ്റീസ് ഉള്ള ബസ്സൊക്കെ ഇറക്കുന്നുണ്ടോ അതോ അങ്ങനെയൊന്നുമില്ല ചേച്ചി. ഇവര് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെപ്പറേറ്റ് വെള്ളയമ്പലത്താണെന്നാണ് ഞാൻ കേൾക്കുന്നത്. ഒരു സെപ്പറേറ്റ് ഒരു ഓഫീസ് രൂപീകരിച്ചിട്ട് അവിടെ നമുക്ക് ജനങ്ങൾക്ക് വിളിച്ച് എന്തെങ്കിലും സർക്കാർ ഓഫീസിൽ എന്തെങ്കിലും അവർക്ക് പ്രശ്നമായിട്ട് നേരിടേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അത് പറയാം. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ വിളിച്ചറിയിക്കാം. നമ്മുടെ പണ്ട് മുഖ്യമന്ത്രി ഒരു പരിപാടി ഉണ്ടായിരുന്നു, ഫോണിൻ പരിപാടിയായിട്ട്. ആ ഒരു പരിപാടിയാണെന്നാണ് എനിക്ക് പ്രത്യക്ഷ നോട്ടത്തിൽ കേട്ടപ്പോൾ തോന്നിയത്. അങ്ങനെയായിരുന്നു. അതുപോലെ എന്തോ ഒരു പരിപാടിയാണ്. എനിക്ക് അത്രയും മനസ്സിലാവാത്ത ഒരു കാര്യം, ഒരു 10 വർഷത്തോളമായി നമ്മുടെ കേരളത്തിൽ ഇത്രയും കാലം ജനങ്ങളെ കേൾക്കാൻ തയ്യാറല്ല. ഈ അവസാന ഘട്ടത്തിലാണ് ജനങ്ങളുടെ പരാതി കേൾക്കാനും അയ്യപ്പ സംഗമമൊക്കെ രൂപീകരിക്കാനായിട്ട് നമ്മുടെ മുഖ്യന് തോന്നിയത്. എന്തായാലും ഇത് നല്ലതിന് വേണ്ടിയാണെങ്കിൽ
എല്ലാം നല്ലത് തന്നെ. നമ്മളും നമ്മൾ കൈയടിച്ചത് കൊണ്ട് മാത്രമായില്ല, എല്ലാവരും ഇത് അംഗീകരിക്കും. പിന്നെ തീർച്ചയായിട്ടും. പക്ഷേ ഇതിൽ വേറെ എന്തെങ്കിലും ഉദ്ദേശമാണെന്നുണ്ടെങ്കിൽ ഈ ഉള്ള സമാധാനം കൂടെ നമുക്ക് നഷ്ടപ്പെടുമെന്നുള്ളതാണ്. ജനങ്ങളെല്ലാം തിരിച്ചറിയുന്നുണ്ടെന്ന് മാത്രം ഒന്ന് ഇടതുപക്ഷ സർക്കാർ മനസ്സിലാക്കിയാൽ മതി. മാത്രമല്ല കളി അയ്യപ്പനോട് കൂടി വേണ്ട അയ്യപ്പനെ വിട്ട് കളിച്ചാൽ പോരെ എന്നുള്ളതാണ് പറയാനുള്ളൂ. അതെ, വിശ്വാസത്തിന്റെ പേരിൽ വ്രതം എടുത്ത് വർഷത്തിൽ 41 ദിവസത്തെ വ്രതമൊക്കെ എടുത്ത് പോകുന്ന ഒരു സ്ഥലമാണ്. അവിടെ അയ്യപ്പൻ സ്വസ്ഥമായിട്ടിരിക്കട്ടെ, പുള്ളി അങ്ങനെയാണ് പറയുന്നത്, നിത്യബ്രഹ്മചാരി തത്വമസി എന്നൊക്കെ പറഞ്ഞ് അവിടെ ഇരിക്കട്ടെ എന്നുള്ളതാണ്. പിന്നെ ഇപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ നല്ലത് എങ്കിൽ മൂന്നാം ഭരണം വീണ്ടും നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. എന്തായാലും ചേച്ചി പഴയതുപോലെയുള്ള ഒരു ഭൂരിപക്ഷം ഒന്നും കിട്ടുമെന്നൊരു പ്രതീക്ഷ ഇല്ല. എന്തായാലും ഇപ്പോൾ പ്രതിപക്ഷത്ത് ഈ അടിയും പിടിച്ചുപോയ ഇതുമൊക്കെ ആയതുകൊണ്ട് മൂന്നാം തവണയും ഇവർക്ക് തന്നെ ആയിരിക്കാം ചാൻസ്. ഇല്ലയെന്ന് പറയുന്നില്ല. ഭരണം മോശമൊന്നോ അല്ലെങ്കിൽ വേറെ ഒന്നും അല്ല. പക്ഷേ സാധാരണക്കാരെങ്ങനെ മുന്നോട്ട് പോകുമെന്നുള്ളതാണ്, അതിൻ്റെ ബുദ്ധിമുട്ടാണ് പറയുന്നത്. അപ്പോൾ മൂന്നാം തവണയും സർക്കാർ വരുന്നതിനോട് നമുക്ക് എതിർപ്പൊന്നുമില്ല. കാരണം നമ്മൾ എതിർത്തിട്ട് കാര്യമില്ല, ജനങ്ങൾ വോട്ടിട്ട് ജയിപ്പിക്കുന്നതാണ്. ഒന്നും പറയുന്നില്ല. പക്ഷേ അടുത്ത ഒരു മൂന്നാം ഭരണം വരുമ്പോഴെങ്കിലും സാധാരണക്കാരെ മറന്നുകൊണ്ടോ അല്ലെങ്കിൽ അവരെ കൈവിട്ടുകൊണ്ടോ ഉള്ള ഒരു തുടർഭരണം നടക്കാതിരിക്കട്ടെ. പിന്നെ അയ്യപ്പനെ ഒന്ന് വെറുതെ വിട്ടാൽ നന്നായിരുന്നു.